രണ്ടാം ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന റേഡിയോ നാടകം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ആ കുട്ടിയെ വിടരുത്. കുട്ടിയിൽ ഒരുപാട് ചോരയുണ്ട്. അവളെ കിട്ടിയാൽ വയറു നിറയും. ഇന്നത്തെ ഭക്ഷണം എന്റെ ചോര കുടിക്കുന്നത് കൊതുകുകളെ. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഞങ്ങൾ മനുഷ്യരുടെ ചോര കുടിക്കുന്നു. നിങ്ങൾ പെൺകൊതുകും ആൺകൊതുകും ചോര കുടിക്കുന്നവയാണോ? അല്ല, ഞങ്ങൾ പെൺകൊതുകുകളാണ് ചോര കുടിക്കുന്നത്. ആൺകൊതുകുകൾ സസ്യങ്ങളുടെ നീരാണ് കുടിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ചോര കുടിച്ച് രോഗം പരത്തുന്നത് ഞങ്ങളാണ്. ഇതാണ് രോഗം പരത്തുന്നത്. മനുഷ്യരെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്റെ ചോര തരണം എന്നുണ്ട്. എന്നാൽ 3 ഭയങ്ങളാണ് എനിക്കുള്ളത്. ഒന്നാമത്തെ, എന്നിലെ ചോര എടുക്കുന്നത്. രണ്ടാമത്തെ, എന്നിൽ രോഗം പരത്തുന്നത്. മൂന്നാമത്തെ, നീ കഴിക്കുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നത്. ഇതൊക്കെ കാരണമാണ് എനിക്ക് നിന്നെ ഭയം. ഒന്നാമത്തെയും മൂന്നാമത്തെയും പറഞ്ഞത് ശരിയാണ്. പക്ഷേ നീ പറഞ്ഞില്ലേ രണ്ടാമത്തത്? അത് ഒരിക്കലും നടക്കില്ല. നിന്റെ ചോര ഞാൻ കുടിച്ചോട്ടെ. രോഗം വരില്ലെങ്കിൽ നീ എന്റെ ചോര കുടിച്ചോ. പിറ്റേ ദിവസം, ഇത് നോക്കൂ, എന്റെ കാൽ നീര് കൊണ്ട് വീങ്ങുന്നു. മോളുടെ കാല് വീങ്ങിയിട്ടുണ്ട്. ഡോക്ടറെ കാണിക്കാൻ പോകണം. ഇത് കൊതുക് കടിച്ചിട്ടാണ്. മോളെ കുറെ കാലമായി കൊതുക് കടി ഏൽക്കാറുണ്ട് അല്ലേ? കൊതുകാണ് എന്റെ മോളെ കടിച്ചത്. ക്യൂലസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. നിങ്ങൾ കൃത്യസമയത്താണ് വന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. നിങ്ങൾ വീടും പരിസരവും വൃത്തിയാക്കിയാൽ കുട്ടിക്കൊന്നും പറ്റില്ലായിരുന്നു. നിങ്ങൾക്കും ഒന്നും പറ്റില്ല. പല തരത്തിലുള്ള കൊതുകുകളാണ് ഇത്തരം രോഗങ്ങൾ പരത്തുന്നത്. മന്ത്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, സിക്ക, മലമ്പനി ഇങ്ങനെയുള്ള രോഗങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പകരും. ക്യൂലസ്, ഈഡിസ് ഈജിപ്തി, അനാഫിലസ്, മാനസോണിയ ഇത്തരം കൊതുകുകൾ കടിച്ചാൽ രോഗം വരുമെന്ന് ഉറപ്പാണ്. എന്താണ് ഒരു മരുന്ന്? കൊതുക് കടിച്ചാൽ കൊടുക്കേണ്ട മരുന്നെന്താണ്? മരുന്നൊക്കെയുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങളും കെട്ടിക്കിടക്കുന്ന വെള്ളവും അകറ്റുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, ഇന്ന് മുതൽ ഞങ്ങൾ പരിസരം വൃത്തിയാക്കിക്കോളാം. ലിസ്റ്റ് തരുമോ? കൊടുത്താൽ മരുന്ന് കിട്ടും. പിന്നെ രാത്രി കാൽ നന്നായി ചൂടുവെള്ളത്തിൽ കഴുകണം. കൊതുക് വലയും ഉപയോഗിക്കണം. നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ: കുട്ടി ആരാധ്യ, അമ്മ വൈഷ്ണവി, അച്ഛൻ നിയ, ഡോക്ടർ ശ്രീതിക. ഒന്നാം കൊതുക് അഖിൽദേവ്, രണ്ടാം കൊതുക് യൻറാം, മൂന്നാം കൊതുക് ആദിത്, നാലാം കൊതുക് അഷ്മിത്.